Thank you friends for joining. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 1-ാമത്തെ സങ്കീർത്തനം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആദ്യം കാണാതെ പഠിക്കുന്ന സങ്കീർത്തനമാണ്. ബേസിക്സ് ആണ്. ഏറ്റവും അധികമായി നമുക്കറിയാവുന്ന ഒരു സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് വളരെയധികം പരിചയമുള്ളൊരു വാക്കാണ് ബ്ലെസ്സിങ് അഥവാ അനുഗ്രഹം. ബ്ലസ്സഡ് അനുഗ്രഹിക്കപ്പെട്ടവൻ, ബ്ലസ്സർ അനുഗ്രഹിക്കുന്നവൻ. അനുഗ്രഹിക്കുന്നവനുണ്ട്, അനുഗ്രഹമുണ്ട്, അനുഗ്രഹിക്കപ്പെട്ടവനുണ്ട്. പക്ഷെ നമുക്കൊട്ടും വളരെ പരിചയം കുറഞ്ഞൊരിതാണ് ബ്ലസ്സബിൾ എന്നൊരു വാക്ക്. ഇവിടെ പറയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അപ്പം 3 കാര്യമാണ് അവിടെ പറയുന്നത്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. 3 കാര്യങ്ങളാണ്. സെപ്പറേഷൻ നമുക്ക് മലയാളികളുടെ വളരെ പരിചയം, മലയാളി ക്രൈസ്തവരുടെ വളരെ പരിചയമുള്ള വാക്കാണ് സെപ്പറേഷൻ അഥവാ വേർപാട്. വേർപാട് പാലിക്കുക. സെപ്പറേഷൻ ഈസ് നോട്ട് ഐസൊലേഷൻ. ഇപ്പം നമുക്ക് ഐസൊലേഷൻ എന്ന വാക്ക് ഭയങ്കര പരിചയമാണ്. ഈ COVID-19 രോഗമൊക്കെ വന്നു. അപ്പം അതുകൊണ്ട് ഐസൊലേഷൻ വാർഡ്. ഇപ്പം കേരളത്തിലെ ഈ ക്രൈസ്തവരുടെ ഇടയിൽ സെപ്പറേഷൻ എന്ന വാക്ക് വളരെ തെറ്റായി ധരിക്കപ്പെട്ടു. സെപ്പറേഷനെ ഐസൊലേഷനായിട്ട് തെറ്റിദ്ധരിച്ചു. സെപ്പറേഷൻ ഒരിക്കലും ഐസൊലേഷൻ അല്ല. മനുഷ്യവർഗത്തിൽ ഏറ്റവും കൂടുതൽ സെപ്പറേറ്റഡ് ആയ വ്യക്തി അല്ലെങ്കിൽ സെപ്പറേഷൻ ഉള്ള വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവിനത്തോളം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആരുമില്ല. സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധൻ. The most separated person, that is Christ Jesus himself. No one else can claim that, such a separation. കാരണം പാപികളോട് വേർപെട്ടവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. എബ്രായ ലേഖനം ടെസ്റ്റിഫൈ ചെയ്യുകയാണ്, പാപികളോട് വേർപെട്ടവൻ, സെപ്പറേറ്റഡ്. പക്ഷെ നമ്മൾ തിരുവെഴുത്തിൽ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് യേശു കർത്താവ് പാപികളുടെ സ്നേഹിതനായിരുന്നു. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായിരുന്നു. അവൻ വേശ്യമാരോട് സംസാരിക്കുമായിരുന്നു. He was a friend of sinners and tax collectors എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതനായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, സെപ്പറേഷൻ എന്നാൽ ഐസൊലേഷൻ അല്ല. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. കോണ്ടാക്ട്സ് ഒഴിവാക്കുകയാണ്. നമ്മൾ അവരോട് മിണ്ടാൻ പാടില്ല, ഇവരോട് മിണ്ടാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല.
അപ്പൊ സെപ്പറേഷൻ എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബീങ് അവോയ്ഡഡ് ഫ്രം കോണ്ടാക്ട് ടു എനിവൺ, ബട്ട് ഇറ്റ് ഈസ് കോണ്ടാക്ട് വിതൗട്ട് കോണ്ടാമിനേഷൻ. ഇപ്പൊ ഇതാണ് ഇപ്പൊ ഈ കൊറോണയോടുകൂടെ ജീവിക്കുക എന്നുള്ള ഒരു ആശയം പ്രചരിപ്പിക്കുന്നത്. നമുക്ക് എന്നും ലോക്ക്ഡൌണിൽ ഇരിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഇറങ്ങണം, പുറത്തു പോകണം, പക്ഷേ കോണ്ടാമിനേറ്റഡ് ആകാതെ സൂക്ഷിക്കുക, അണുബാധ ഏൽക്കാതെ സൂക്ഷിക്കുക. എന്നും അടച്ചിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. മിങ്കിൾ ചെയ്യേണ്ടി വരും, അസോസിയേറ്റ് ചെയ്യേണ്ടി വരും, ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വരും. പക്ഷേ എന്താണ് സെപ്പറേഷൻ എന്ന് ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിക്കോഷൻ. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, എല്ലാവരും സംശയത്തോടെയാണ് നോക്കുന്നത്. ഈ ഇരിക്കുന്ന ആൾക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ടോ? സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഇച്ചിരി മാറിയിരിക്കാം, മൂക്കും വായും ഒക്കെ മൂടിക്കെട്ട്. ഇപ്പൊ പുതിയതായിട്ട് പറയുന്നത് കണ്ണാടി വെക്കണമെന്ന്, കണ്ണിൽ കൂടെ കൊറോണ പകരാമെന്ന് പറയുന്നത് കിട്ടും. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ഇതാണ്, കർത്താവെ എൻ്റെ ഇന്ദ്രിയങ്ങൾക്കൊരു കാവൽക്കാരനെ നിയമിക്കണമേ. ദാവീദ് കോവിഡ് കാലത്ത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എൻ്റെ അധരങ്ങൾക്ക് കാവൽക്കാരനെ നിയമിക്കണമേ. സ്തെഫാനോസ് സഹദ പറയാണ്, കാതുകളിൽ അപരിച്ഛേദിതരായവരെ, നിങ്ങളുടെ കാതുകൾക്ക് മാസ്ക് ഇല്ല. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും കാവൽക്കാരൻ നിയമിക്കണം. വല്ലാത്തൊരു കോവിഡാണ്. ഇതാണ് സെപ്പറേഷൻ, അല്ലാതെ ഐസൊലേഷൻ അല്ല. അപ്പൊ സെപ്പറേഷൻ മീൻസ് ഹാവിങ് കോണ്ടാക്ട്സ് വിതൗട്ട് കോണ്ടാമിനേഷൻ. കോണ്ടാമിനേറ്റ് ചെയ്യപ്പെടാതെ കോണ്ടാക്ട്സ് ഉണ്ടാവും. കോണ്ടാക്ട്സ് ഉണ്ട്, എല്ലാ കോണ്ടാക്ട്സും കൂടെ ഒഴിവാക്കുമ്പം അതല്ല സെപ്പറേഷൻ. അപ്പൊ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. യു ആർ ഇൻ ദ വേൾഡ്, നിങ്ങൾ ലോകത്തിലാണ്, പക്ഷെ ലോകത്തിൻ്റെതാവരുത്. ലോകത്തിലൂടെ സഞ്ചരിക്കുന്നു, ലോകത്തിൽ വ്യവഹരിക്കുന്നു, ലോകത്തിൽ ഇടപെടുന്നു, ലോകത്തിൽ ജീവിക്കുന്നു, പക്ഷെ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ ലോകക്കാർ. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഇവിടെ 3 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഇരിക്കരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. അപ്പൊ ഒന്ന്, നടക്കരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നമുക്കിവിടെ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് നോക്കാം. പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് 1-ാം സങ്കീർത്തനം ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം. 14-ാം അധ്യായം മർക്കോസ് സുവിശേഷം, അതിൻ്റെ 54-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 14:54. അവർ യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി. പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരം വിട്ട് അനുഗമിച്ചു. ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. പീറ്റർ വാസ് ഫോളോവിങ് ദാറ്റ് ക്രൗഡ്. ആ ആൾക്കൂട്ടത്തെ അവൻ ആൾക്കൂട്ടത്തോട് ചേർന്ന് അനുഗമിച്ചു. കർത്താവിനോട് ഒരകലം കീപ്പ് ചെയ്തു. ഹി വാസ് വാക്കിംഗ് വിത്ത് എ ക്രൗഡ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 18:18. യോഹന്നാന്റെ സുവിശേഷം 18:18. അന്ന് കുളിറാകെ കൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും.
അപ്പോൾ ഒന്നാമത്തെ മർക്കോസ് വിശേഷം പറയുന്നു പീറ്റർ വാസ് വാക്കിംഗ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു പീറ്റർ വാസ് സ്റ്റാൻഡിങ്. ഒറ്റ കാര്യമാണ്, ആ രാത്രിയിൽ നാഥൻ രക്തം വിയർക്കുന്ന രാത്രിയിൽ പത്രോസിന് കുളിരാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. യേശു കർത്താവ് ആ രാത്രിയിൽ വേർക്കുകയാണ്. ശിഷ്യന് ആ രാത്രി കുളിരാണ്, തീ കായുക. കർത്താവ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ, കർത്താവ് കാണുന്നത് പോലെ കാണുവാൻ, കർത്താവ് കേൾക്കുന്നത് പോലെ കേൾക്കുവാൻ, ലോകത്തോട് ചേർന്ന് നിൽക്കാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ആ രാത്രിയിൽ തന്റെ നാഥൻ രക്തം വേർക്കുകയാണ്. ഈശോ രക്തം വിയർക്കുന്ന രാത്രിയിൽ ശിഷ്യൻ കുളിര് മാറ്റാൻ തീ കായുന്നു. കർത്താവുമായിട്ട് നമ്മൾ ഒരേ അറ്റ്മോസ്ഫിയറിലാണ്. ഇതാണ് ലോകത്തോടുള്ള ആറ്റിറ്റ്യൂഡ്. നോട്ട് സെപ്പറേറ്റ്. സെപ്പറേറ്റ് ഐസൊലേഷനിലേക്ക് പോകണ്ട. യു ക്യാൻ ബി ഇൻ ദ വേൾഡ് ബട്ട് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന് അകലം വിടാതെ അവനെ അനുഗമിക്കുക. അപ്പൊ ആ രാത്രിയിൽ തന്നെ മർക്കോസ് നമ്മെ പത്രോസിന്റെ ചിത്രം വരച്ച് കാണിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നു. അന്നെന്ത് ചെയ്യാണ് പത്രോസ്? പീറ്റർ വാസ് വാക്കിംഗ്. പീറ്റർ വാസ് വാക്കിംഗ്. മാർക്ക് 14:54. ജോൺ 18:18 നമ്മൾ വായിക്കുന്നത് വേറൊരു കാര്യമാണ്, യു ആർ സ്റ്റാൻഡിങ്. ഇനി ലൂക്കോസ് വിശേഷത്തിൽ എന്താണ് പറയാനുള്ളത്? ലൂക്കോസിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. അത് ലൂക്കോസ് 22:55. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 55. അപ്പൊ അവിടെ നമ്മൾ വായിക്കുക ലൂക്കോസ് 22:55. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ നടുവിൽ ഇരുന്നു. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പൊ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. സുവിശേഷകന്മാരായ മർക്കോസും യോഹന്നാനും ലൂക്കോസും 3 സുവിശേഷത്തിൽ യഥാക്രമം പറയുന്നു. പത്രോസ് അന്ന് രാത്രിയിൽ നടന്നു, നിന്നു, ഇരുന്നു. ക്രിസ്തുവിനോട് കൂടെ നിൽക്കേണ്ടവൻ, ക്രിസ്തുവിൽ നിന്ന് വ്യത്യസ്തമായ ഒരനുഭവം അവൻ അനുഭവിക്കുക. ഇവിടെ സങ്കീർത്തനം നമ്മോട് ആവശ്യപ്പെടുകയാണ്, ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അടുത്ത് പറയാണ്, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കണം. ഡേ ആൻഡ് നൈറ്റ് മെഡിറ്റേറ്റ് ഹിസ് വേർഡ്. നിങ്ങളെ തന്നെ ദൈവവചനത്തിൽ നനച്ചെടുക്കുക. സോക്ക് ചെയ്യാൻ, കുതിർത്തെടുക്കുക. രാപ്പകൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക, ക്രിസ്തുവിനെ ധ്യാനിക്കുക. ദൈവവചന ധ്യാനം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കും, ക്രിസ്തുവിനെ സ്നേഹിക്കും. വചനത്തിൽ രസിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലാണ് രസിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, രാപ്പകൽ ധ്യാനിക്കുക, രാപ്പകൽ ധ്യാനിക്കുക, ഡേ ആൻഡ് നൈറ്റ്. അപ്പൊ അതാണ് നമുക്ക് ഈ യാമ പ്രാർത്ഥനകൾ, 7 നേരത്തെ പ്രാർത്ഥനകൾ. ഇപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നലെയും നമ്മുടെ
സൂം മീറ്റിങ്ങിൽ ആളുകളിരുന്ന് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ 9 മണിയുടെ പ്രാർത്ഥന എപ്പോഴാണ് ചൊല്ലണ്ടേ എന്ന് ചോദിക്കുന്നത്. ഞാനത് പിന്നെയും പറയുകയാണ്, യഹൂദന്മാർക്ക് ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്കാണ്. ഇപ്പം വൈകുന്നേരം 6-നാണ് ദിവസം ആരംഭിക്കുന്നത്. അത് മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാവൂ. ഇപ്പോൾ 6-ന് സന്ധ്യയാണ്, സന്ധ്യയ്ക്കാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. സന്ധ്യയ്ക്ക് ദിവസം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ ചാന്ദ്രമാസം ഫോളോ ചെയ്യുന്നവരാണ്. ചാന്ദ്രമാസം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് മാസപ്പിറവി കണ്ടോ എന്നൊക്കെ ചോദിച്ച് ഈ മുസ്ലിങ്ങളുടെ പെരുന്നാളിന് അവർ ചോദിക്കുന്നത്. അവർ യഹൂദന്മാരെ അനുകരിച്ചാണ് ആ സമ്പ്രദായം അവർ സ്വീകരിച്ചത്. ഇപ്പൊ യഹൂദന്മാരുടെ മാസം ആരംഭിക്കുമ്പോൾ മാസപ്പിറവി അഥവാ ചന്ദ്രൻ ഇങ്ങനെ ഒരു പൊട്ടുപോലെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ വൈകുന്നേരം ചന്ദ്രൻ ഉദിക്കുന്നു. അപ്പോൾ അതാണ് സൂര്യൻ അസ്തമിച്ച് വൈകുന്നേരം 6 മണിക്ക് അവരുടെ ദിവസം ആരംഭിക്കും. അത് ചന്ദ്രമാസം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് വൈകുന്നേരം ദിവസം ആരംഭിക്കും. അപ്പോൾ 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും 9 മണിക്ക് സൂത്താറ ശയന നമസ്കാരം നടക്കും. 12 മണി, രാത്രി 12 മണിക്കാണ് പാതിരായുടെ നമസ്കാരം. സാധാരണ അതൊക്കെ ദേറാക്കാരൊക്കെയാണ് രാത്രി 12-നൊക്കെ പാതിരാ നമസ്കാരം നടത്തുന്നത്. അല്ലാത്തവർ രാവിലെയാണ് അത് നടത്തുന്നത്. പിന്നെ രാവിലെ 6 മണിക്ക് നമസ്കാരം, പ്രഭാത നമസ്കാരമുണ്ട്. പിന്നെയുള്ളത് 3-ാം മണിയുടെ നമസ്കാരമാണ്. പിന്നെ 6-ാം മണിയുടെ നമസ്കാരം, 9-ാം മണിയുടെ നമസ്കാരം. അപ്പം രാവിലെ 9, 12, ഉച്ചയ്ക്ക് 3. ഉച്ചയ്ക്ക് 3 മണിയാകുമ്പം 9-ാം മണിയാവും. അപ്പോൾ 9-ാം മണി നേരമായപ്പോൾ കർത്താവ് പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണി. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആ മണിയെ, ക്ലോക്കിനെ സംബന്ധിച്ച് ബോധം ഉണ്ടായിരിക്കുവാൻ ഈ രീതി വൈകുന്നേരമാണ് ദിവസം തുടങ്ങുന്നതെന്ന് ചിന്തിക്കുക. അപ്പൊ രാപ്പകൽ ദൈവത്തിന്റെ തിരുവെഴുത്തിനെ ധ്യാനിക്കുകയാണ്. അതൊരു അനുഗ്രഹമായിട്ടാണ് ദാവീദ് അവിടെ പറയുന്നത്. രാപ്പകൽ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷം പോലെ ഇരിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ആറ്റരികത്തായിരിക്കണമെന്നില്ല. ഫിസിക്കലി അത് ആറ്റരികത്തായിരിക്കണമെന്നില്ല. പക്ഷെ ആറ്റരികത്തല്ലെങ്കിലും ആറ്റരികത്ത് നട്ടിരിക്കുന്നത് പോലെ ഇരിക്കും. ഇതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. നമ്മളെ ആറ്റരികത്ത് നട്ടിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ കംപ്ലൈന്റ്. നീ ആറ്റരികത്തല്ലെങ്കിലും ആറ്റരികത്ത് നിൽക്കുന്ന അനുഭവം ആറ്റരികത്തൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നല്ല മരുഭൂമിയിലോ പാറക്കെട്ടിന്റെ മുകളിലോ ഒക്കെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു പടം കണ്ടു. ഒരു വീടിന്റെ മുകളിൽ മേൽക്കൂര ഓടിന്റെ ഇടയിൽ ഒരു നെൽമണി കിളിർത്ത് നെൽച്ചെടി വളർന്ന് ആ നെല്ലിങ്ങനെ കായ്ച്ചു കിടക്കും. നല്ല ഒന്നാന്തരം ഫലഭൂയിഷ്ടമായ ഒരു വയലിൽ നല്ലൊരു കർഷകന്റെ മേൽനോട്ടത്തിലും പരിചരണത്തിലും വിത്ത് വിതച്ച് നല്ല വിളവുണ്ടായ പോലെ കതിര് നിറഞ്ഞിങ്ങനെ മണികളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് പോലെ, ഇലവാടാത്ത ഒരു വൃക്ഷം പോലെ ആയിരിക്കും. കാരണം നമ്മുടെ സോഴ്സ് ക്രിസ്തു ആകുമ്പോൾ, ക്രിസ്തു സോഴ്സ് ആകുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് പ്രസക്തിയില്ല. സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിന്റെ പ്രൊവിഡൻസ് അവന്റെ സോഴ്സിൽ നിന്ന് അനുഭവിക്കാൻ കഴിയും. ഒറ്റ കാര്യമേ ഉള്ളൂ, രാപ്പകൽ ദൈവത്തെ ധ്യാനിക്കുക. അല്ലേ? അല്ല, നമ്മൾ പാട്ട് കേട്ടല്ലേ, പാറയാം യാഹൻ രാപ്പകൽ ധ്യാനം. അപ്പൊ പാറയായ യാഹിനെ രാപ്പകൽ ധ്യാനിക്കുമ്പോ നീ മാത്രമാണ് എനിക്കാശ്വാസം. ആ ദൈവത്തെ ആശ്രയിക്കുന്നത് ഈ രീതിയിൽ ആശ്രയിക്കുമ്പോൾ അവിടെ പറയാണ്, ആക്ച്വലി നിങ്ങൾ ആറ്റരികത്തൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ ആറ്റരികത്ത് നിൽക്കുന്നത് പോലെ നീ നിൽക്കും. ആറ്റരികത്ത് നിൽക്കുന്നത് പോലെ നീ നിൽക്കും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഡിലൈറ്റ്സ്, നമ്മുടെ സന്തോഷങ്ങൾ എവിടെയാണ്? ദൈവിക തിരുവെഴുത്തിൽ. നിങ്ങൾക്ക് ദൈവിക തിരുവെഴുത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ടെസ്റ്റ് യുവർ സെൽഫ്.
ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വായിക്കുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുകയാണ്. ക്രിസ്തു എന്ന സോഴ്സിനോട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഈ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചുകൊണ്ട് ഫ്ലവർ വേസിൽ കൊണ്ടുവെക്കും. കുറേ ദിവസങ്ങളൊക്കെ അതിങ്ങനെ നിൽക്കും, പിന്നെ അത് വാടിപ്പോവും. റൂട്ടില്ല. നമുക്ക് റൂട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം 2 കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഒന്ന് സെപ്പറേറ്റഡ്, 2 റൂട്ടഡ്. ഈ 2 വാക്ക് നിങ്ങൾ ഓർത്തിരിക്കുക. സെപ്പറേറ്റഡ് ആൻഡ് റൂട്ടഡ്. സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ലോകത്തിൽ നിന്ന് വേർപെട്ടവർ, പക്ഷേ ക്രിസ്തുവിൽ വേരൂന്നിയവർ. ലോകത്തിൽ നിന്ന് വേർപെട്ടവർ, പക്ഷേ ക്രിസ്തുവിൽ വേരൂന്നിയവർ. ഇപ്പൊ ക്രിസ്തു എന്ന സോഴ്സിൽ നിന്ന് നമുക്ക് അവനിൽ നിന്നാണ് ലഭിക്കുന്നത്. ക്രിസ്തുവിൽ വേരൂന്നുക. 2 കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നു, സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് എന്നല്ല. സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ് എന്നുള്ളൊരു ആശയം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ധാരണ വന്നിട്ട് കേരളത്തിൽ അതിൻ്റെ പ്രയോഗം നടത്തുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വിഭാഗമാണ് പെന്തക്കോസ്ത് വിഭാഗം. പക്ഷെ ഇന്ന് അതിൻ്റെ കെടുതികൾ അവർ അനുഭവിച്ച് ഇന്ന് അവരുടെ യങ്സ്റ്റേഴ്സൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അല്ലെങ്കിൽ IPC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ വൈക്കം സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ചാനൽ കണ്ടു. അപ്പം ആ ചാനലിൽ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ഒക്കെയുള്ള തൻ്റെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഡയർ മൂവ്. ഒരു പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് കുറേ നാൾ മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ഒരു വലിയൊരു ഏരിയയുടെ ലീഡിംഗ് പാസ്റ്ററാണ്. ആ പാസ്റ്ററുടെ മകനാണ് ധൈര്യപൂർവം എന്ത് ചെയ്യുന്നത്? സെക്കുലർ ചാനൽ തുടങ്ങി. ഈ കാലങ്ങളിൽ ധാരാളം ചെറുപ്പക്കാർ അത്തരത്തിലുള്ള തെറ്റായ ധാരണകളെയൊക്കെ വിട്ടിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ലോകത്താലുള്ള കളങ്കം പുരളാത്തവരായി നിങ്ങൾ ലോകത്തിലൂടെ സഞ്ചരിക്കുക. ഇത് സെപ്പറേറ്റഡ് എന്നുള്ളത് നമുക്ക് തെറ്റായ ഒരു ധാരണയായിരുന്നു, സെപ്പറേറ്റഡ് എന്നുള്ളത്. അപ്പം ആ ധാരണ ഐസൊലേറ്റഡ് എന്നുള്ളൊരു ധാരണയിലേക്ക് ഒറ്റപ്പെടുത്തുന്ന, മാറ്റി നിർത്തുന്ന വെറും വികൃതമായ ചിന്തകളെ കൊണ്ടുവന്നു തങ്ങളുടെ കൂടെയുള്ളവരെ ലോകത്ത് പരിഹാസ കഥാപാത്രങ്ങളാക്കി ബലമായി വ്യത്യാസങ്ങൾ ദ്യോതിപ്പിക്കാൻ വേണ്ടി ആഭരണം വലിച്ചു പറിക്കുക, നിർബന്ധമായി പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുക, പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയത്തക്ക വിധത്തിലും ആൾക്കൂട്ടം തങ്ങളെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന വിധത്തിലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് മെന്റൽ ടോർച്ചറിന് വിധേയരാക്കാൻ വിധിക്കപ്പെട്ട മാതാപിതാക്കൾ. എത്രയോ കുടുംബങ്ങൾ കണ്ണുനീരിലും നിലവിളിയിലും അപമാന ഭാരത്തിലും സ്കൂളിൽ പോയിട്ടും ജോലി സ്ഥലത്ത് പോയിട്ടും പുറത്തൂടെ പോയിട്ടും പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് വീട്ടിൽ വന്ന് കരയുക, എന്നിട്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുകയാണ് എന്നവർ സ്വയം തെറ്റിദ്ധരിച്ചു. കാരണം സെപ്പറേറ്റഡ് എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ആ സെപ്പറേറ്റഡ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ലോകത്താലുള്ള കളങ്കം ഏൽക്കാത്തവരായി. വേശ്യമാർ തനിക്ക് സ്നേഹിതരായിട്ടുണ്ടായിരുന്നു യേശു കർത്താവിന്. ചുങ്കക്കാർ തൻ്റെ സ്നേഹിതരായിരുന്നു. പാപികൾ തൻ്റെ സ്നേഹിതരായിരുന്നു. പാപികളോടും വേശ്യകളോടും ചുങ്കക്കാരോടും താൻ ഇടപെട്ടുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. ആരിൽ നിന്നും ഒളിച്ചോടിയില്ല, ആരിൽ നിന്നും തന്നെ അകറ്റി നിർത്തിയില്ല. പക്ഷെ ആരാലും താൻ കളങ്കിതനായില്ല. കർത്താവ് ഒരു ചുങ്കക്കാരനായി മാറിയില്ല. കർത്താവ് വേശ്യയുടെ കൂടെ ശയിക്കുന്നവനോ അല്ലെങ്കിൽ വേശ്യമാരുടെ ഒരു സംഘത്തലവനൊന്നുമായി മാറിയില്ല. കർത്താവ് ഒരു പാപിയായി മാറിയില്ല. കാരണം
ഹി വാസ് ഡീപ്പ് റൂട്ടഡ് ഇൻ ഹിസ് ഫാദർ. പിതാവിൽ ആഴത്തിൽ വേരൂന്നി നിൽക്കുക. പിതാവെ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. അപ്പോൾ പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ക്രിസ്തു ഈ ലോകത്തിലൂടെ നടന്നതുപോലെ ക്രിസ്തുവിനോടുള്ള ആഴമായ ബന്ധത്തിൽ ക്രിസ്തുവിൽ വേരൂന്നി നാം ഈ ലോകത്തിലൂടെ നടക്കുക. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ജ്യോതിസുകളെ പോലെ നടക്കുക. ഇപ്പൊ പത്രോസ്ലീഹയുടെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ഈ പത്രോസ്ലീഹയുടെ കുറ്റം പറയുന്നല്ലോ കേട്ടോ. പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ താൻ പൂരിതനാകുന്ന പെന്തക്കോസ്തിക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ഫെയിലിയറാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒറ്റ രാത്രിയിൽ അവൻ നടന്നു, അവൻ നിന്നു, അവൻ ഇരുന്നു. അവൻ നടന്നു, അവൻ നിന്നു, അവൻ ഇരുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. പൗലോസ്ലീഹ ഹി ഹാഡ് നോ ടൈം ടു വാക്ക്, സ്റ്റാൻഡ് ഓർ സിറ്റ്. ടെർമിനോളജി നോക്ക്. പൗലോസ് പറയാണ്, ഞാൻ ഓടുകയായിരുന്നു. നിൽക്കാനും പറ്റിയില്ല, നടക്കാനും പറ്റിയില്ല, ഇരിക്കാനും പറ്റില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. ഞാൻ വിശ്വാസം കാത്തു. ഓടിക്കൊണ്ടേയിരുന്നു. ഈ കൊലാസ്യലേഖനം നോക്കുക, 2-ാം അധ്യായം 7-ാം വാക്യം. കൊലാസ്യലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ, യേശുക്രിസ്തു അവനിൽ വേരൂന്നി, 7-ാം വാക്യം, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈകൊണ്ട് അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. വാക്ക് ഇൻ ഹിസ് ഫെലോഷിപ്പ്. പത്രോസ് നടന്നത് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്? അകലം വിട്ട് പിൻചെന്നു, അകലം വിട്ട് അനുഗമിച്ചു. അപ്പൊ നമ്മൾ അകലം വിട്ട് അനുഗമിക്കാതെ കൂട്ടായ്മയിൽ നടപ്പീൻ. വാക്ക് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക. ാണ് പൗലോസ്ലീഹ സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത് പറയാണ്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അടുത്ത്, അവനിൽ വേരൂന്നിയും. നിങ്ങൾ 1-ാം സങ്കീർത്തനം മനസ്സിൽ വെച്ചിട്ട് ഈ വാക്യം വായിക്കുക. അവിടെ പറയാണ്, യേശുവിന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. വിശ്വാസത്തിൽ ഉറച്ചും വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. എത്ര മനോഹരമായിട്ടാണ് പൗലോസ്ലീഹ പറയുന്നത്. ആകയാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. നമ്മൾ ഈ ലോകം വിട്ടു പോകണമെന്നല്ല. പൗലോസ് പറയാണ്, നിങ്ങളിതൊന്ന് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയാണ്, പാപികളുടെ സംസർഗം അരുതെന്ന് ഞാൻ ഈ പറയുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യരെ കുറിച്ചൊന്നുമല്ല. അങ്ങനെ നമ്മളെല്ലാം ഈ ലോകം വിട്ടു പോകേണ്ടി വരും. നോ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ്, ഈ ലോകത്തിൽ സഞ്ചരിക്കേണ്ടവരാണ്, ഈ ലോകത്തിൽ വ്യവഹരിക്കേണ്ടവരാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം, ഈ ലോകത്തിൽ സഞ്ചരിക്കാം, ഈ ലോകത്തിൽ വ്യവഹരിക്കാം. സെപ്പറേറ്റഡ് ബട്ട് നോട്ട് ഐസൊലേറ്റഡ്, സെപ്പറേറ്റഡ് ബട്ട് റൂട്ടഡ്. 2 കാര്യമാണ്. സെപ്പറേറ്റഡ് ആയിരിക്കണം ആൻഡ് റൂട്ടഡ് ആയിരിക്കണം. സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് and rooted in Christ. That makes us blessable. Make yourself blessable. ഒരു ബ്ലസ്സബിൾ പൊസിഷനിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുവരിക. നിങ്ങൾ ബ്ലസ്സബിൾ ആയിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യു ആർ ബ്ലസ്സബിൾ. ആർ യു ബ്ലസ്സബിൾ? ഇതാണ് ചോദ്യം.
സ്തുതിയാൽ വാരിതിയെ ആഞ്ജനീയാന്യന്മാരതിന അഗ്നിയിൽ നിന്നും രക്ഷിതരാ തങ്കത്തെ കാളാതും മധുവിൽ മധുമധുരം പാറും ദൈവാരാധനയെ സ്നേഹി പോൻ ധന്യൻ. കടലോരം വഴി പോകും അന്യോന്യം വെട്ടി തിന്നും മത്സ്യത്തെ ദർശിച്ചാമേനാശ്ചര്യം. വിസ്മയസഹിതം നിൽക്കുമ്പോൾ ചിന്തിച്ചേവം ഞാൻ അവനെ തമ്മിൽ വിഴുങ്ങുന്നോരുണ്ടി മർത്യരിലും ന്യായവിധിക്കെത്തിയിടാത്ത ജീവിയെന്നിനുമെന്നേക്കോ കൺമുൻപിൽ വിധി കണ്ട പരകെ വിഴുങ്ങുമ്പോൾ കുറ്റക്കാരവരെ ഏൽക്കും ധന്യൻ. അപ്രിയം ഞാൻ മൃതിപൂകും മൃതിശാസനം എഴുതിയിടും എൻ ശിഷ്യർക്കെല്ലാം സാക്ഷ്യം നൽകിടാം. രാവും പകലും മനുസ്യൂതം പ്രാർത്ഥിപ്പിൻ നിങ്ങൾ മേന്മേലൊഴുകുന്നവർ മേന്മേൽ ആദായം നേടും തൻവിളവിൽ കളയേറ്റിടും മടിയരെ പോലായിടരുതേ ഇടതടവന്നെ പ്രാർത്ഥി അതിനെ പാദം സ്നേഹി തുണയിൽ ലോകത്തും നേടിയിടും നൂനം. May God bless you.